എല്ലാവർക്കും നമസ്കാരം. ഗ്ലോബൽ മാർക്കറ്റിൽ സിൽവറിൻ്റെ വില എത്രത്തോളം ഉയരാൻ സാധ്യതയുണ്ടെന്ന് റീസെൻ്റ്ലി മോർഗൻ സ്റ്റാൻലിയുടെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്, ഗ്ലോബൽ മാർക്കറ്റ് പ്രൈസ് പെർ ഔൺസിന് ഏതാണ്ട് 58-59 റേഞ്ചിലാണ് ഇപ്പോൾ പെർ ഔൺസ് $58 റേഞ്ചിലാണ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നിൽക്കുന്നത്. അത് ഈ ഇയർ എൻഡോടുകൂടി 2026 ഇയർ എൻഡോടുകൂടി അറൗണ്ട് 85 വരെ മോർഗൻ സ്റ്റാൻലി പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ചില അതർ റേറ്റിംഗ് ഏജൻസീസ് $95 വരെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ബേസ്ഡ് ഓൺ പ്രൈസ്, നമ്മുടെ പ്രൈസ് ആക്ഷനിലും അത് കൃത്യമായിട്ടും റിഫ്ലക്റ്റ് ആകുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ സിൽവറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടത്തണം. സിൽവറിന് നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ അല്ല, പകരം ഫ്യൂച്ചേഴ്സ് നമുക്ക് സിൽവേഴ്സിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഫ്യൂച്ചേഴ്സിലേക്ക് പോയാൽ നമുക്ക് ഡിസ്കൗണ്ടഡ് റേറ്റിൽ നമുക്ക് സിൽവർ കൂടുതലായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ ടൈം പീരീഡിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി വെക്കാനുള്ള സാധ്യതയും നമുക്ക് കാണുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിൽവറിൻ്റെ ഡിമാൻഡ് ഓരോ ദിനം പ്രതി എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. എയിലായിക്കോട്ടെ, EV ഇലക്ട്രോണിക് സെഗ്മെൻറ്റ്, EV സോളാർ പാനൽ സെഗ്മെൻറ്റ്, എല്ലായിടത്തും സിൽവറിൻ്റെ ഡിമാൻഡ് കൂടുന്നുണ്ട്. എന്നാൽ കമ്പയറിങ് ടു ദി സിൽവർ മൈനിങ്, സിൽവർ പുതുതായിട്ട് നമ്മൾ ഭൂമിക്കടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന സിൽവർ എന്ന് പറയുന്നതിൻ്റെ മൈനിങ്ങിൻ്റെ റേഷ്യോ കുറയുന്നു. അതേമാതിരി റീഇൻവേഴ്സ് ചെയ്ത് വരുന്ന സിൽവറിൻ്റെ അളവും കുറയുന്നു. സോ റോബസ്റ്റ് ഡിമാൻഡാണ്. ഇനി ഈ പറയുന്ന ഇയർ എൻഡോട് കൂടിയുള്ള കാര്യമല്ല പറയുന്നത്. ഓവറോൾ സിൽവറിന് വരാൻ പോകുന്ന ഇയേഴ്സിൽ ഇനി ഒരുപാട് ഗ്രോത്തിലേക്ക് പോകാനുള്ള സാധ്യത ഏറെ കൂടുതലാണെന്നുള്ളതാണ് അനലിസ്റ്റുകളുടെയും മറ്റ് ഇൻഡസ്ട്രി എക്സ്പേർട്സിൻ്റെയും ഒക്കെ അവരുടെ ഒരു നിഗമനം അങ്ങനെയാണ്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് കഴിഞ്ഞ ഒരു 4-5 മാസങ്ങൾക്ക് മുൻപ് നമുക്കറിയാം ഗോൾഡ് ആൻഡ് സിൽവർ ഒരു വല്ലാത്ത പീക്കിലേക്ക് അതങ്ങ് പോയി. വല്ലാത്തൊരു പ്രവണതയിൽ, നമ്മുടെ മണിച്ചിത്രത്താഴിൽ പറയുന്ന പോലെ വല്ലാത്തൊരു കൊലപാതക പ്രവണതയിൽ നിൽക്കുന്ന പോലെ സിൽവറിൻ്റെ ആ ഒരു വല്ലാത്ത ഒരു ബുള്ളിഷ് പ്രവണതയിൽ സിൽവർ നമ്മൾ കണ്ടു. ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോഴത്തെ 59 റേഞ്ചിൽ നിന്നും അന്ന് ഒരു 4-5 മാസങ്ങൾക്ക് മുൻപ് സിൽവർ പോയത് എത്രയാണെന്നറിയോ? ഓൾമോസ്റ്റ് $120 പോയി. നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക, ഓൾമോസ്റ്റ് ഡബിൾ റേഞ്ചിലേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് അത് താഴ്പോട്ടേക്ക് തിരിച്ച് വീണ്ടും പകുതി ഏതാണ്ട് 59-50 ഇപ്പോൾ $58-59 ഇടയിലാണ് നിൽക്കുന്നത് ഒരു ഔൺസിന്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ മാർക്കറ്റുകളിൽ സിൽവർ എന്ന് പറയുന്നത് എന്താ പറയുക, 4ആയിട്ടാണ് ഇപ്പോൾ ഒരു പുതിയ ഇതും കൂടി ഇൻസ്ട്രുമെൻറ്റും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സിൽവറിൽ. അതായത് സിൽവർ എന്ന് പറയുന്നത് എത്രയാണ്, 30 കിലോയുടെ ആയിരുന്നു സിൽവറിൻ്റെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചേഴ്സ് അവൈലബിൾ ആണ്, നമുക്ക് അതിൻ്റെ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നമുക്ക് ലഭിക്കും. സിൽവർ മിനി എന്നൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് 5 കിലോയുടെ സിൽവർ ആയിരുന്നു. 30-ൽ നിന്നും 5 കിലോയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മതി, റിട്ടേണും അതനുസരിച്ചിട്ടായിരിക്കും. പിന്നെ സിൽവർ മൈക്രോ എന്ന് പറയുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായിരുന്നു. അത് 1 kg സിൽവറിൻ്റെ ആയിരുന്നു. നമുക്ക് ഈ 3 ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമേ സിൽവറിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. അതിനോടൊപ്പം ഇപ്പോൾ റീസെൻ്റ്ലി MCX-ലായിക്കോട്ടെ NSE-ലും ആയിക്കോട്ടെ സിൽവർ 100 എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റും കൂടി നമുക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിൽവർ 100 എന്താ പ്രയോജനം? 100 grams ഓഫ് സിൽവർ എന്നാണ് അതിനർത്ഥം. അതായത് നമ്മൾ 100 ഗ്രാം സിൽവർ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. 100 ഗ്രാമിന് ഇപ്പോൾ 1 കിലോ സിൽവറിന് നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 2 ലക്ഷത്തി സംതിങ് വരും. അപ്പോൾ അത് അപേക്ഷിച്ചപ്പോൾ 100 ഗ്രാമിന് എത്രയാണ്, 22,000 ആ റേഞ്ചിലൊക്കെ വരത്തുള്ളൂ. അത്രയും അതിൻ്റെ തന്നെ നമുക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഒരു
എന്താ പറയുക ഡിസ്കൗണ്ടഡ്, ഒരു കിലോയ്ക്കാണ് നമുക്ക് ഈ പറയുന്ന റേറ്റ്. അതിന് തന്നെ 10 grams ആണെങ്കിൽ നമുക്ക് ഈ ഒരു റേറ്റ്. അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വെറും എന്താ പറയുക 2000 rupees അല്ലെങ്കിൽ 3000 രൂപയ്ക്കും താഴെയായിട്ട് നമുക്ക് ഒരു ഫ്യൂച്ചർ ഏത് പീരീഡിലേക്ക് വാങ്ങാം? ഇന്ന് നമ്മൾ നിൽക്കുന്നത് ജൂണിലാണ്. അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസത്തേക്കുള്ള ഫ്യൂച്ചേഴ്സ് നമുക്ക് ഈ പറയുന്ന എല്ലാ ഇൻസ്ട്രുമെൻറ്റിനും അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട്, നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിൽവറിൻ്റെ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സിൽവറിൽ തന്നെ പോകാം, 30 kg സിൽവർ പോകാം, അല്ലെങ്കിൽ സിൽവർ മിനി പോകാം, മൈക്രോ പോകാം, അല്ലെങ്കിൽ സിൽവർ 100 gram സിൽവേഴ്സും നിങ്ങൾക്ക് അക്യൂമുലേറ്റ് ചെയ്യാം ഫോർ എ പീരീഡ്. നമ്മളിപ്പോൾ ഈ പറയുന്ന അനാലിസിസൊക്കെ കറക്റ്റ് ആകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അത് നമുക്ക് ടെക്നിക്കൽ അനാലിസിസിലൂടെ നമുക്കിപ്പോൾ ഒന്ന് പരിശോധിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വൈസായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങൾക്കിപ്പോൾ ഒരു 3000-4000 രൂപ, നമ്മൾ ഇപ്പോൾ മാക്സിമം 3000 രൂപ അല്ലെങ്കിൽ 4000 രൂപ അരിഷ്ടിച്ച് ഒരു ലോട്ടിന് ഫ്യൂച്ചേഴ്സിന് നമുക്ക് ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എല്ലാ വേൾഡ് റേറ്റിംഗ് ഏജൻസീസ് ഒക്കെ തന്നെ പറയുന്നു സിൽവർ ഇപ്പോൾ ഡോളറിന് 58-59 രൂപ റേഞ്ചിൽ നിൽക്കുന്നത്, അത് ഒരു ഔൺസിന് ഈ വർഷം അവസാനം ആകുമ്പോൾ തന്നെ അത് ഓൾമോസ്റ്റ് 85-90-95 രൂപ, $95 വരെ ആകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഏതാണ്ട് 50% 40 മുതൽ 50% ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയൊരു ഫിഗർ, ഈവൻ 10,000 രൂപ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് 3 ഫ്യൂച്ചേഴ്സ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് സേഫാക്കി വെക്കാൻ പറ്റും. അത് ഗ്രാജ്വലി ഇൻക്രീസ്, ഒരു വർഷം ഇനി വരാൻ പോകുന്ന 6 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് നേരിട്ട് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അതുമാത്രം നമുക്ക് അതൊരു എന്താ പറയുക സേവിങ്സ് മാതിരി നമുക്ക് സേവ് ചെയ്ത് വെക്കാനും സാധിക്കും. ഇനി 1-2 ലോട്ട്, എന്നാൽ ഇതിൻ്റെ ലോസ് പോവുകയാണെങ്കിലോ മേജറായിട്ടുള്ള ലോസ് പോകാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. നിങ്ങൾ 10,000 രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു 9,000 വർത്ത് ഓഫ് ഫ്യൂച്ചേഴ്സ് നിങ്ങൾ വാങ്ങുക. ബാലൻസ് എമൗണ്ട് ആ ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് സേവ് ചെയ്തിരുന്നാൽ മാത്രം മതി. നമുക്ക് സുരക്ഷിതമായിട്ട് ആ ഒരു ഫ്യൂച്ചറിനെ ബാലൻസ് ചെയ്ത് എന്തായാലും അത് എന്തിലേക്ക് എത്തും? ഈ പറയുന്ന 95 അല്ലെങ്കിൽ ഒരു 80 റേഞ്ചിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഒരിക്കലും എത്തുമെന്ന് എത്ര റേറ്റിംഗ് ഏജൻസീസിനെ ഉദ്ധരിച്ച് പറഞ്ഞാലും ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ഒരു അഡ്വൈസ് ആയിട്ടില്ല. നിങ്ങൾ സിൽവർ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല. അതിൻ്റെ പ്രോബബിലിറ്റിയെ പറ്റിയിട്ട് ഞാനിവിടെ പറയുന്നു. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ടെക്നിക്കലി നിങ്ങൾക്ക് അതിൻ്റെ അനാലിസിസ് നോക്കിയിട്ട് ഞാൻ പറയാം. അതിനോടൊപ്പം നമുക്കത് എങ്ങനെ ട്രേഡിലേക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യം പറയാം. അതിനു മുന്നോടിയായിട്ട് നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ എല്ലാവരും മറക്കാണ്ട് ഈ കാര്യം ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഹൈപ്പൊക്കെ കൊടുക്കുക. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ഷെയറും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് സ്ക്രീനിലേക്ക് പോവാം. നോക്കൂ, ഇവിടെ നമ്മൾ സിൽവറിൻ്റെ ഗ്ലോബൽ ചാർട്ടാണ് എടുത്തേക്കുന്നത്. പ്യുവർ സിൽവർ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ചാർട്ട്. നമ്മളെപ്പോഴും നമ്മുടെ MCX ആയിക്കോട്ടെ, NSEയിലെ കമ്മോഡിറ്റി, ഏത് കമ്മോഡിറ്റി നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, അതിപ്പോൾ നിങ്ങൾ ഓപ്ഷൻസിലെ ആയിക്കോട്ടെ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, സിൽവർ, കോപ്പർ, അങ്ങനെ ഏത് കമ്മോഡിറ്റീസും നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നമ്മളുടെ ഓപ്ഷൻസ് ചാർട്ടോ നമ്മളുടെ ഫ്യൂച്ചേഴ്സ് ചാർട്ടോ അല്ല ഫോളോ ചെയ്യേണ്ടുന്നത്. പകരം ഗ്ലോബൽ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഗ്ലോബൽ കമ്മോഡിറ്റിയുടെ ഒറിജിനൽ മൂവ്മെൻറ്റ് ചാർട്ട്, ഡോളർ ചാർട്ട് നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അത് ഒബ്സർവേഷന് വേണ്ടിയിട്ട് അത് ഫോളോ ചെയ്യുക. അതിനോടൊപ്പം നമ്മളുടെ കറണ്ട് ധൻ ചാർട്ട് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇതും ഫോളോ ചെയ്യുക. ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ഗ്ലോബൽ ചാർട്ടിലൂടെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആക്യുറസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, സിൽവർ ഞാൻ പറഞ്ഞു, നോക്കൂ $121 വരെ ഹയ്യസ്റ്റ് പീക്ക്. ഇവിടെ നോക്കിയാൽ റൈറ്റ് സൈഡ് നിങ്ങൾ നോക്കിയാൽ അറിയാം, $121 വരെ ഈ ജാനുവരിയിൽ 2026 ജാനുവരിയിൽ പോയിട്ട് അവിടെ നിന്ന് എത്ര പെർസെൻറ്റേജ് കറക്ഷൻ വന്ന് നോക്കൂ. കറക്റ്റായിട്ട് 53%,
അല്ലേ, $121 പകുതിയിലേക്ക് വന്നു, $56 വന്നിട്ട് പിന്നെ ഇപ്പോൾ അത് എത്രയിലാ നിൽക്കുന്നത്, $58. നല്ലൊരു സ്മാർട്ട് കറക്ഷൻ ഇവിടെ വന്നു. നോക്കൂ, 50%, 50ക്കും മുകളിൽ ഹൈ പോയതിൽ നിന്നും താഴ്പോട്ടേക്ക് വന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കൂ, ഈ ഒരു ഏരിയയിൽ നിന്നാണ് പ്രീവിയസ്ലി ഈ ഒരു കൺസോൾട്ടേഷൻ സോണിൽ നിന്നും പ്രൈസ് എങ്ങോട്ടേക്കാണ് പോയത്. പിന്നെ ഇവിടെ നിന്നും പ്രൈസ് ബ്രേക്കൗട്ട് കൊടുത്തിട്ട് ആ ബ്രേക്കൗട്ടാണ് ഏറ്റവും ടോപ്പ് വരെ പോയത്, ഫസ്റ്റ് പാർട്ട്. അതിനുശേഷം വീണ്ടും ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കൂ നിങ്ങൾ. ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ നോക്കൂ എത്ര ഷാർപ്പായിട്ട് പ്രൈസ് അതേ കൺസോളിഡേറ്റഡ് ഏരിയയിൽ പ്രീവിയസ്ലി വന്ന് ഇവിടുന്ന് ബ്രേക്കൗട്ട് കൊടുത്ത അതേ ഏരിയയിൽ തന്നെ ഇവിടെ ഇപ്പോൾ പ്രൈസ് വീണ്ടും സിൽവറിൻ്റെ പ്രൈസ് ഇവിടെ വന്ന് നമ്മൾ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. നോക്കൂ, ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങൾക്ക്. ഇതിനെ ഞാൻ വലുതാക്കി കാണിക്കാം. നോക്കൂ, ഈ ഒരു ഏരിയയിൽ അതേ പോയിന്റിൽ തന്നെ നോക്കൂ, പ്രീവിയസ്ലി എവിടെ നിന്നാണോ ബ്രേക്കൗട്ട് കൊടുത്ത് മുകളിലേക്ക് പോയത് അതേ പൊസിഷനിൽ തന്നെ എന്തിലേക്ക് വന്നു, സപ്പോർട്ട് എടുത്ത് ഇവിടെ നിന്ന് വന്നു. ഇവിടെ ഇപ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്തു മെല്ലെ ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഇൻഡിക്കേഷനാണ് സിൽവർ ഫ്രം ദിസ് പോയിന്റ് മുകളിലേക്ക് പോകാനുള്ള എല്ലാ ടെൻഡൻസിയും കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പോയിന്റ്. അടുത്ത് ഈ മോർഗൻ സ്റ്റാൻലി പോലുള്ളവർ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്ന എന്താണ്, സിൽവർ വരാൻ ഈ ഇയർ എൻഡോടുകൂടി, ഇയർ എൻഡ് എന്ന് പറയുമ്പോൾ ഡിസംബർ ആയില്ലേ, അപ്പോൾ ഇയർ എൻഡോടുകൂടി ഇത് തിരിച്ച് എവിടേക്ക് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 85 to 95 അപ് ടു 95 വരെ, $95 വരെ പോകാനുള്ള സാധ്യതയുണ്ടെന്നും ഒരു പ്രഡിക്ഷൻ വന്നിട്ടുണ്ട്. മെയിൻലി ബിക്കോസ് ഓഫ് ഗ്ലോബൽ ഷോർട്ടേജ്, ഗ്ലോബൽ ഡിമാൻഡ്, ഇൻക്രീസിങ് ഡിമാൻഡ് ആൻഡ് ഷോർട്ടേജ് ആസ് വെൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ അത് മാത്രമല്ല, നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ തന്നെ അറിയാം 100% ഗോൾഡിനേക്കാൾ കൂടുതലായിട്ട് റോബസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ യൂട്ടിലിറ്റീസ് കൂടുതൽ നടക്കാൻ പോകുന്നത് സിൽവർ, കോപ്പർ, സിങ്ക്, അലുമിനിയം പോലുള്ള മെറ്റൽസിലാണ് കൂടുതലായിട്ടുള്ള ഡിമാൻഡ് വരാൻ പോകുന്നത്. അതിലും സിൽവർ എന്ന് പറയുന്നത് ഹൈലി ഡിമാൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുണ്ട്, പ്രത്യേകിച്ച് EV, സോളാർ ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ഇത്തരം സിനാരിയോ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കണ്ണും പൂട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർ എ ലോങ് ടേം പീരിയഡ്. നിങ്ങൾ ഒരുപാട് ലോങ് ടേമിലേക്ക് 3 വർഷം 5 വർഷമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത്തേക്കൊക്കെ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്യൂച്ചേഴ്സിൽ പോകരുത്, പകരം ETF-ലേക്ക് നിങ്ങൾക്ക് പോകാം. സിൽവർ ETFs, ഇപ്പോൾ നിപ്പോൺ ഇന്ത്യ സിൽവർ ഉണ്ട്. സിൽവർ ETFs എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും നിപ്പോൺ മാത്രമേ ഓർമ്മ വരുള്ളൂ. പക്ഷേ നിപ്പോണിൻ്റെ മാത്രമല്ല, ഒരുപാട് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ തന്നെ ICICIയുടേതുണ്ട്, HDFCയുടേതുണ്ട്, SBIയുടെ ETF ഉണ്ട്. ഞാൻ SBIയുടെ ETF-ൽ ഇൻവെസ്റ്ററാണ്. ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറഞ്ഞുതരാം കേട്ടോ. $222 ഒരു ETF, സിൽവർ ETF ഓൺ SBIയുടെ സിൽവർ ETF $222 ഞാൻ മേടിച്ചതായിരുന്നു, 750 ക്വാണ്ടിറ്റി. ഓക്കെ, സോ അത് 275 നിന്നും വീണ്ടും അത് താഴ്പോട്ടേക്ക് വന്നു, വീണ്ടും മുകളിലേക്ക് പോയി. ഇപ്പോൾ എന്താ സിറ്റുവേഷൻ എന്നറിയോ, 218 ആ റേഞ്ചിലേക്കൊക്കെ മൈനസിലേക്ക് പോയി. ബട്ട് സ്റ്റിൽ ഐ എം ഹോൾഡിംഗ് ദ പൊസിഷൻ ബിക്കോസ് ഞാനത് ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതാണ്. എൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന പീരിയഡിൽ ഇതേ ആ ഒരു ഫെബ്രുവരി ആ പീരിയഡിലൊക്കെ തന്നെയാണ്, പീക്ക് പീരിയഡിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. നാച്ചുറലി എനിക്ക് നല്ല റിട്ടേണും കിട്ടിയിരുന്നു. ബട്ട് ദെൻ അഗെയിൻ ഇറ്റ് ഹാസ് കം ഡൗൺ. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ഒരു 1 ഇയർ പീരിയഡിലോ അല്ലെങ്കിൽ 2 ഇയേഴ്സിനുള്ളിൽ ഉറപ്പായിട്ടും സിൽവറിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് മിനിമം 300 മുകളിൽ കടക്കും എന്നുള്ളതിന് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് അനലിസ്റ്റ് എൻ്റെ വ്യൂ ആണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. റെക്കമെൻഡേഷൻ അല്ല, എൻ്റെ വ്യൂവിൽ എനിക്കത് നല്ല ഗ്യാരൻറ്റി ഉള്ളതുകൊണ്ട് എനിക്കത് ആരാംസെ അല്ലെങ്കിൽ എന്താ പറയുക പീസ് ഓഫ് മൈൻഡിൽ എനിക്കതിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. അതവിടെ ഇരിക്കട്ടെ. നമ്മളൊക്കെ ഇവിടുത്തെ വിഷയം നമുക്ക് ട്രേഡിങ് എങ്ങനെ. അപ്പോൾ ഈ അനാലിസിസ് പ്രകാരം സപ്പോർട്ട് ഇവിടെ എടുത്തു. അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, ഫസ്റ്റ് പോയിന്റ്. അടുത്തത് എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഏതുവരെ പോകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാലയളവിൽ നമ്മൾ ഇതിനെ ഇപ്പോൾ നോക്കൂ, ഈ ഒരു ഹൈ നമുക്ക് വിട്ടേക്കാം, ഏറ്റവും ടോപ്പിൽ പോയ ഹൈ വിട്ടേക്കും. അതിന് താഴെ വന്ന ഏറ്റവും ബോട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ഒരു ഹൈ എന്ന് പറയുന്നത് ഈ ഒരു പീരീഡാണ് അല്ലേ. ഈ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈയും അതേമാതിരി ലോ വന്നേക്കുന്ന ഈ ഒരു ലോയും തമ്മിൽ നമ്മൾ ഒരു ബന്ധമുണ്ട്. അതെങ്ങനെ നമുക്ക് ജസ്റ്റ് നമുക്കിവിടെ റെക്റ്റാങ്കിൾ ഇവിടെ നിന്ന് ആ ഒരു ഹൈ റേഞ്ചും ഈ ഒരു ലോ റേഞ്ചും തമ്മിൽ നമുക്ക്
നോക്കൂ, ഈ ഒരു ഹൈയിൽ നിന്നും പ്രൈസ് എങ്ങോട്ടേക്കാണ് വന്നേക്കുന്നത്? ഈ ഒരു ലോ വരെ വന്നു അല്ലേ? ഇത് തമ്മിലുള്ള ക്രോസ് സെക്ഷണൽ ഡിഫറൻസ് നമുക്കിപ്പോൾ സെൻറ്ററിൽ ഈ പോയിരിക്കുന്നത് എന്താണ്? ഇത് ആങ്കേർഡ് വോള്യൂം പ്രൊഫൈൽ, അതായത് ഈ ഒരു പ്രൈസിലാണ് ഏറ്റവും അധികം ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഏത് പ്രൈസിലാണ്? $76-75 ഏറ്റവും കൂടുതൽ പ്രൈസ്. നോക്കൂ, ഇതിൻ്റെ ഈ ഒരു റേഞ്ച് വന്നപ്പോൾ മുകളിലേക്ക് പോയി, ഒരിക്കൽ വീണ്ടും അത് ഈ ഒരു റേഞ്ച് വന്നപ്പോൾ വീണ്ടും മുകളിലേക്ക് പോയി, വീണ്ടും താഴ്പോട്ടേക്ക് വന്നു, വീണ്ടും താഴ്പോട്ടേക്ക് വന്നു, വീണ്ടും മുകളിലേക്ക് പോയി. ഈ ഒരു റേഞ്ചിന് ആണ് പ്രൈസ് ഏറ്റവും അധികം ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രൈസ്. അതായത് സപ്പോർട്ടാണെങ്കിലും റെസിസ്റ്റൻസ് ആണെങ്കിലും താഴെ നിന്ന് മേൽപോട്ടേക്ക് വരുമ്പോഴും ഈ പറയുന്ന പീരിയഡ് ഇതിൻ്റെ സെൻറ്റർ ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൈസ് സെക്ഷൻ. എത്രയാണ്? $US വെച്ച് നോക്കുമ്പോൾ $75-76. ഇപ്പം നിൽക്കുന്നത് 59 അല്ലെങ്കിൽ $60 റേഞ്ച്, $58 ഇപ്പം നിൽക്കുന്നത്. അവിടെ നിന്ന് വീണ്ടും ഇത് $75-76 വരുമ്പോൾ ഇവിടെ ഒരു കറക്ഷൻ ഉണ്ടാവാം. പിന്നെ അത് ബ്രേക്ക് ചെയ്ത് പിന്നീട് വേണം ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ പിന്നെ അടുത്ത റേഞ്ച് എന്ന് പറയുന്നത് 90-95. സോ നോക്കൂ, ഇവിടെ ഈ ഒരു ഹൈ നോക്കൂ, എത്രയാണ്? 80-85 റേഞ്ച്. ഇവിടെ എത്തിയപ്പോൾ 95 റേഞ്ചിലേക്ക് വന്നു. ഈ ഒരു കാരണവും കൂടി ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന റേറ്റിംഗ് ഏജൻസീസ് എന്ത് കൊടുത്തേക്കുന്നത്? ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ സിൽവറിൻ്റെ മാർക്കറ്റ് മേ ഗോ അപ് ടു അറൗണ്ട് 85-95 റേഞ്ചിലേക്ക് വരും എന്നുള്ളത്. അതിനും പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ച് മേജർ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? $75. അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾ നോക്കൂ, നോക്കൂ, ഇതിൻ്റെ അപ്സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 25% അപ്സൈഡ്. ഏതാ? $75 മുകളിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഒരു 25% മുകളിലേക്കും, അതേമാതിരി താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ അതേ 25% ഡൗൺ സൈഡ് വന്നു കഴിഞ്ഞു. സോ അപ്പ് ആൻഡ് ഡൗൺ സെൻട്രൽ നമ്മൾ ടോട്ടൽ ഈ ഒരു ഹൈയിനും ലോയ്ക്കും ഇടയിൽ ടോട്ടൽ എത്രയാണ്? അപ്സൈഡ് ഒരു 25%, ഡൗൺ സൈഡ് ഒരു 25% വന്നു കഴിഞ്ഞു. അപ്സൈഡ് 25% നിന്നും സെൻട്രൽ നിന്ന് വീണ്ടും അത് താഴ്പോട്ടേക്ക് വീണ്ടും ഒരു 25% താഴ്പോട്ടേക്കും വന്നു. സോ ഓൾ ടുഗദർ ഈ പ്രൈസ് ആക്ഷൻ്റെ ഒരു ബേസിസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും സിൽവർ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? സിൽവർ ഒരു ബോട്ടം ലൈൻ ടച്ച് ചെയ്തു, ഒരു ബൈയിങ്. അതേമാതിരി RSI ലെവൽ നോക്കൂ. RSI ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്ലി ഷോയിങ് ദാറ്റ് RSI നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിൽക്കുന്ന RSI എത്രയാണ്? സിൽവറിൻ്റെ RSI 31 ഇന്നത്തെ കറണ്ട് RSI. എന്നാൽ അത് ഇതുവരെ ലോയിലേക്ക് വന്നു. ഈ ഒരു സെഗ്മെൻറ്റ് എത്തിയപ്പോഴേക്കും അത് ലോയിൽ വന്നത് എവിടെയാണ്? 28 വരെ വന്നു. 30 താഴെ നമുക്കറിയാം RSI ഓവർ സോൾഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് പോകും. അതുമാത്രമല്ല, സിൽവറിൻ്റെ ഈ പ്രീവിയസ് ഡേയിലുള്ള RSIs ഒക്കെ നോക്കൂ. ഏറ്റവും ലോവസ്റ്റ് RSI ആണ് ഇപ്പം നിൽക്കുന്ന RSI. 27 കഴിഞ്ഞു വന്നതിന് ശേഷം പിന്നെ അത് മെല്ലെ മുകളിലേക്ക് ഇപ്പോൾ 32 നിൽക്കുന്നത്. 27 വരെ പോയിട്ട് 31 വന്നു കഴിഞ്ഞു. പക്ഷേ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടേക്ക് നിങ്ങൾ നോക്കൂ, ഈ ലോ സൈഡ് ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ ഒരിടത്ത് അതേമാതിരി 2025 ഏപ്രിലിൽ അതേമാതിരി ഒരു കൃത്യമായിട്ടും 27 RSI താഴ്പോട്ടേക്ക് വന്നു. 1 year ബിഫോർ 27 ഇതേ 27 വന്നു. ദെൻ അഗെയിൻ അത് 32 പോയി. പിന്നെ ചെറിയൊരു 31 റേഞ്ചിലേക്ക് വന്നു. പിന്നെ അവിടെ നിന്ന് കയറി RSI ഏതുവരെ വന്നു നോക്കൂ? അപ് ടു 73 വരെ പോയി. അതേ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ നോക്കിയാലും നമ്മൾ ഇവിടുത്തെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഡിസംബർ 2025 അല്ലെങ്കിൽ ജാനുവരി, ഓൾമോസ്റ്റ് ഡിസംബർ 26 എന്ന് പറഞ്ഞാൽ ഡിസംബർ ജാനുവരിയൊക്കെ ഈ ഇയർ തന്നെ നോക്കൂ. അത് 6 മാസങ്ങൾക്ക് മുൻപേ അത് താഴാൻ തുടങ്ങിയത്. താഴ്ന്ന് 27 വരെ താഴ്ന്നു. ദാറ്റ്സ് ആ ലോ. ഇപ്പോൾ റീസെൻറ്റ് 52 വീക്ക് റേഞ്ച് നോക്കിയാൽ പോലും ഏറ്റവും ലോവസ്റ്റ് ഓഫ് ദ ലോയിലേക്ക് പോയിട്ട് ഇപ്പം മെല്ലെ മുകളിലേക്ക് പോകുന്നു. ഇതൊരു പോയിന്റ്. RSI ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കൂടുതലൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. RSI വെച്ച് നോക്കുമ്പോഴും സിൽവർ ഇമ്പ്രൂവ് ആകാൻ പോകുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത പോയിന്റ് എന്താണ് നമുക്ക് വേണ്ടുന്നത്? നിങ്ങളുടെ കയ്യിൽ വളരെ കുറച്ച് ക്യാപിറ്റലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സിൽവർ 100 എന്ന് നിങ്ങൾ ദൻ ഓപ്പൺ ചെയ്യുക. ദൻ ഓപ്പൺ ചെയ്തിട്ട് സിൽവർ
സിൽവർ 100 നോക്കൂ, ഓരോ മാസത്തെ, ഇതിപ്പോൾ ജൂൺ മന്താണ്, ഓൾമോസ്റ്റ് കഴിഞ്ഞു ജൂൺ മന്ത് കോൺട്രാക്റ്റ്, നാളെ ആകുമ്പോൾ കഴിയും. അത് കഴിഞ്ഞിട്ട് നോക്കൂ, ജൂലൈ മന്ത് ഉണ്ട്, MCX ഉണ്ട്, NSE ഉണ്ട്. നമ്മൾ കൂടുതലും MCX ആണ് നമ്മൾ ഇപ്പോൾ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ഉള്ളത് MCXലാണ്. NSE കോൺട്രാക്ട്സ് കാണിക്കുന്നുണ്ടെങ്കിലും അത് ആക്റ്റീവ് ആയിട്ടില്ല, അത് ഞാൻ പറയാം. അപ്പോൾ MCXൽ തന്നെ നോക്കൂ, നിങ്ങൾക്ക് ജൂലൈ കോൺട്രാക്റ്റ് ഉണ്ട്, ഓഗസ്റ്റ് ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്, ഒക്ടോബർ ഉണ്ട്, നവംബർ ഉണ്ട്. അത് കഴിഞ്ഞ് ഡിസംബറിൽ നവംബർ വരെയുള്ള കോൺട്രാക്റ്റ് ഏതിലുണ്ട്? MCXൽ അവൈലബിൾ ആണ്. എന്നാൽ NSEയിൽ ഏതൊക്കെ കോൺട്രാക്റ്റ് ഉണ്ടെന്ന് നോക്കൂ. ഡിസംബർ, അടുത്ത വർഷം 2027 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെയുള്ള കോൺട്രാക്റ്റ്, ഒരു വർഷം നമുക്ക് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിന് വാങ്ങിച്ച് നമുക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം, ട്രേഡിംഗ് ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഇവിടെ നിന്ന് മേൽപോട്ടേക്ക് കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയാൽ, ഇവിടെ നിന്ന് മേൽപോട്ടേക്ക് കയറിയാൽ ഉടനെ വീണ്ടും മേൽപോട്ടേക്ക് പോകണമെന്നില്ല, തിരിച്ച് വീണ്ടും ഒരു ഡൗൺ സൈഡ് ട്രെൻഡ് ഇതേമാതിരി ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒരു ചിലപ്പോൾ ഒരു റീട്രേസ്മെൻറ്റ്, ആ റീട്രേസ്മെൻറ്റ് പീരീഡിലൊക്കെ നമുക്ക് സെല്ല് ചെയ്ത് നിലനിർത്തി കാശ് വാങ്ങാം, കാശ് ഉണ്ടാക്കാം നമുക്ക്, കേട്ടോ. സോ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള പെർസ്പെക്റ്റീവ് ചെറിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സിൽവർ 100ൻ്റെ എത്ര രൂപയാണെന്ന് നോക്കും. അത് നമുക്ക് അവൈലബിൾ, ഏറ്റവും ഫാർ മന്ത് അവൈലബിൾ എന്ന് പറയുന്നത് ഇപ്പോൾ നവംബർ മന്ത് കോൺട്രാക്റ്റാണ് നമുക്കിപ്പോൾ അവൈലബിൾ ഉള്ളത്. MCXൽ മാത്രം നോക്കൂ. NSEയിൽ ബൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ദിസ് കോൺട്രാക്ട് ഈസ് ബ്ലോക്ക്ഡ് ഫോർ ഓൾ പ്രോഡക്ട്സ് ആൻഡ് ട്രാൻസാക്ഷൻ. കാരണം അവരത് പ്രിപ്പയർഡ് ആകുന്നതേ ഉള്ളൂ. നമുക്ക് ട്രേഡബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് അത് കൺവേർട്ട് ആയിട്ടില്ല. വി ഹാവ് ടു വെയിറ്റ് ഫോർ സം ടൈം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും അവൈലബിൾ പ്രോഡക്റ്റ് ഇപ്പം ഉള്ളത് ഏതിലാണ്? MCX നോക്കാം. MCXൽ നവംബർ MCX ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ആണ് ഏറ്റവും ഫാർ മന്ത് ആയിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ കോൺട്രാക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുക. നോക്കൂ, ഇത് കോൺട്രാക്റ്റ് അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൈസ് ചേഞ്ച് നമുക്കിവിടെ അറിയാൻ പറ്റും. സിൽവർ 100 നവംബർ ഫ്യൂച്ചർ. നവംബർ എന്ന് പറഞ്ഞാൽ ഇനി 6 മാസം നമുക്കുണ്ട്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, 6 മാസം നമുക്ക് ഈ കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി ഉണ്ട്. ആ കോൺട്രാക്റ്റിൻ്റെ സിൽവർ 100ൻ്റെ വില നോക്കൂ. അതാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട്. 4,900 രൂപയേ ഉള്ളൂ. ഒരു ഫ്യൂച്ചർ നമുക്ക് വാങ്ങി വെക്കണമെങ്കിൽ 4,900 രൂപയേ ഉള്ളൂ. അത് ഈ പറയുന്ന എന്ന് പറഞ്ഞ് ഇതിൽ നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് വരാൻ സാധ്യതയുണ്ട് അതും നിങ്ങൾക്ക് നോക്കാം. 6 മാസത്തെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഈ 4,900 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഡോളർ വൈസ് നോക്കുകയാണെങ്കിൽ, നോക്കൂ, ഗ്ലോബൽ ഡോളർ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കാണാൻ കഴിയുക? $58 ഇപ്പോൾ അവൈലബിൾ അല്ലേ. ഇൻറ്റു ഒരു 95 നോക്കാം. അപ്രോക്സിമേറ്റ്ലി 5,500 രൂപ വരുന്നു. ഓൾമോസ്റ്റ് സെയിം അല്ലേ? ഡോളർ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 58 കാണിക്കുക. 58 ഓൾമോസ്റ്റ് 5,200 രൂപ വരുന്നു ഡോളർ റേറ്റ് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇത് സിൽവർ നമ്മൾ ഏത് ഫ്യൂച്ചറാണ് എടുത്തേക്കുന്നത്? നവംബർ ഫ്യൂച്ചർ എടുത്തേക്കുന്നത് കൊണ്ട് നമുക്ക് അപ്പോൾ ആക്ച്വലി ഡോളർ തന്നെയാണ് ഇവിടെ കൺവേർട്ടായിട്ട് നിൽക്കുന്നത്. എത്രയാണ്? 4,941 രൂപ, ഓൾമോസ്റ്റ് 5,000 രൂപ അടുപ്പിച്ച് വന്നു കഴിഞ്ഞ്. ഇതിപ്പോൾ ഇന്നത്തെ ഡോളർ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, അതിനേക്കാൾ കുറഞ്ഞേ വന്നിട്ടുള്ളൂ അല്ലേ. അപ്പോൾ വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഹിയർ? അപ്പോൾ ഇവിടെ നിന്ന് ഇത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്നും കണക്ക് കൂട്ടി നോക്കിയാൽ തന്നെ ഇന്നത്തെ ട്രേഡ് റേറ്റിൽ നിന്നും ഇപ്പോൾ നവംബറോടുകൂടി ഈ പറഞ്ഞത് ഇപ്പോൾ ഈ 4,900 എന്ന് പറയുന്ന നമ്മൾ ഇന്നൊരു ലോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു $80 അല്ലെങ്കിൽ $85 പോയി എന്ന് തന്നെ വെച്ചോളൂ. $80 പോയി എന്ന് വെച്ചോളൂ. 80 ആണെങ്കിൽ 80 × 95 അറൗണ്ട് 7,600 കാണിക്കുന്നു. അതിൽ 600 പോട്ടെ, 7,000 ആണെങ്കിൽ നമ്മൾ ഇന്ന് മുടക്കുന്ന 5,000 രൂപയ്ക്ക് 4,900 ബാക്കിയുള്ള ചിലവെല്ലാം പോയിട്ട് 5,000 രൂപയാണെങ്കിലും പിന്നെ അത് നമുക്ക് റിട്ടേൺ എത്ര വരുന്നു? 7,000 രൂപയായിട്ട് റിട്ടേൺ വരുന്നു. 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 7,000 തിരിച്ച് കിട്ടുക എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജായി? നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കൂ. 5,000 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 500 ഉറുപ്പികയേ ഉള്ളൂ. അപ്പോൾ 540% റിട്ടേൺ ആണ് നിങ്ങൾക്ക്.
നമ്മൾ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് 7000 ആയിട്ട് തിരിച്ചു കിട്ടുന്നു, 2000 പ്രോഫിറ്റ്. അയ്യോ 2000 പ്രോഫിറ്റ് ഉള്ളുവോ എന്നായിരിക്കും പലരുടെയും തോട്ട് പ്രോസസ്സ്. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എത്രയാണ്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എന്ന് പറയുന്നത് 5000 രൂപയാണ്. അതിന് നമുക്ക് റിട്ടേൺ സാധ്യത എത്ര കിട്ടുന്നോ, എത്ര ഞാൻ ലീസ്റ്റാണോ അത് മാക്സിമം ആണോ എന്നൊന്നും ഞാനിവിടെ വിലയിരുത്താൻ ആളല്ല. പക്ഷെ സാധ്യതയുണ്ടെങ്കിൽ അഥവാ അത് ലഭിക്കുകയാണെങ്കിൽ എത്ര പെർസെൻറ്റേജായി 2000 രൂപ നമുക്ക് കിട്ടിയാൽ തന്നെ 40%, 6 മാസത്തിനുള്ളിൽ 40% നിങ്ങളുടെ ക്യാപിറ്റലിന് വർധനമുണ്ടാക്കാൻ ഏത് ഇൻസ്ട്രുമെൻറ്റിന് സാധിക്കും? അതും ഇത് നിങ്ങളുടെ ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ്. നമ്മൾ ഇപ്പോൾ ETF മുതലായ സാധനങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇതേ 100 ഗ്രാമിന് നമ്മൾ കൂടുതൽ തുക കൊടുക്കണം, അല്ലെങ്കിൽ ETF-ൻ്റെ റേറ്റ് കൊടുക്കണം. നമുക്കിവിടെ ആക്ച്വലി ഇവിടെ പേ ചെയ്യേണ്ടുന്ന തുക എത്രയാണ്? അത് 100 ഗ്രാമിൻ്റെ റേറ്റ് കൊടുക്കണം. പക്ഷെ നമുക്കിവിടെ അതായത് ആക്ച്വൽ റേറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതേ 4941 ഇൻറ്റു 4.76 ഏതാണ്ട് നമ്മൾ ഇതേ 100 ഗ്രാം സിൽവർ ഇന്നത്തെ വിലയ്ക്ക് നമ്മൾ വാങ്ങുകയാണെങ്കിൽ 23,500 രൂപ നമ്മൾ പേ ചെയ്യണം നമ്മുടെ കയ്യിൽ നിന്നും. ആ 23,000-ന് പകരം നമ്മൾ ഇവിടെ പേ ചെയ്യുന്നത് എത്രയാണ്? വെറും 5000 രൂപയെ പേ ചെയ്യുന്നുള്ളൂ. ദാറ്റ്സ് എ ഡിഫറൻസ് ഹിയർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടുന്ന ഒരു കറക്റ്റായ മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ വെറും 5000 രൂപയെ നമ്മുടെ കയ്യിൽ നിന്ന് ആകുന്നുള്ളൂ. അതിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അഡീഷണലി ഈ 5000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലാഭത്തിന് സാധ്യത 2000 ആണെങ്കിൽ അത് 40% നിങ്ങൾക്ക് നഷ്ടത്തിന് ഒരു പക്ഷേ ഇതിന് ലോസ് പോവുകയാണെങ്കിൽ നിങ്ങൾ അതേ 40% ലോസ് നിങ്ങൾ കരുതിയാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ നിങ്ങൾ ഒരു ലോട്ട് സിൽവറിന് നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ 4900 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻ്റ് ഉണ്ട്. നിങ്ങൾ ഒരിക്കലും 5000 രൂപ ബാലൻസ് വെച്ചിട്ട് ഇത് ചെയ്യരുത്. പകരം ഒരു ലോട്ടിന് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ 6000 രൂപ നിങ്ങൾ ക്യാപിറ്റലായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, 5000 രൂപ അതിൻ്റെ കോസ്റ്റ്, 1000 രൂപ അതിൻ്റെ ബാലൻസ് നമ്മുടെ മൈനസിലേക്ക് പോയാലും അതിനെ ഹോൾഡ് ചെയ്യാൻ പാകത്തിന് നമ്മുടെ ഫ്യൂച്ചറിൻ്റെ എന്താ പറയുക മാർജിൻ പ്ലസ് ഓർ മൈനസ് വരികയാണെങ്കിൽ മൈനസിലേക്ക് വരാനും അതിനെ താങ്ങി നിർത്താനുള്ള തുക നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. എപ്പോഴും 6000 ഒരു 6500 രൂപ നമ്മൾ മനസ്സിൽ കാണുക ഒരു ലോട്ട് വാങ്ങാൻ. ആ എക്സസ് എമൗണ്ട് അവിടെ തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യുക. ഒരിക്കലും അതെന്തിനു വേണ്ടിയിട്ടാണ്? സേഫർ സൈഡിന് വേണ്ടിയിട്ട്. അതിനെ ഒരിക്കലും നിങ്ങൾ ട്രേഡിലേക്ക് കൊണ്ടുപോയി നെക്ക് ടു നെക്ക് നിങ്ങൾ ഒരിക്കലും ട്രേഡിലേക്ക് കൊണ്ടുപോകരുത്. അപ്പോൾ നിങ്ങളൊരു 30,000 റുപ്പീസ് കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ലോട്ട് വാങ്ങാൻ പറ്റും നോക്കൂ. 30,000 ഉണ്ടെങ്കിൽ 5 യൂണിറ്റ് കൊടുത്താൽ നമുക്ക് 24,000 രൂപ. 5 യൂണിറ്റ് നമ്മൾ ഇതിന് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ 6 മാസം കഴിയുമ്പോൾ 30 ടോട്ടൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അങ്ങനെയല്ലേ കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അത് ഐഡിയലായിട്ട് അവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ 30,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് റിട്ടേൺ എന്ന് പറയുന്നത് അതിൻ്റെ 40% എന്ന് പറഞ്ഞാൽ എത്രയായി? 30,000-ൻ്റെ 40% എന്ന് പറയുമ്പോൾ എത്രയായി? 30,000-ൻ്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 40%. 3000 രൂപയായി. 12,000 രൂപ. 3000 × 4 12,000 രൂപ നമ്മൾക്ക് പ്രോഫിറ്റായിട്ട് റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. വേറെ ഒരു ഇൻസ്ട്രുമെൻറ്റും നമുക്ക് ബാങ്ക് ആയിക്കോട്ടെ വേറെ ഒരിടത്തു നിന്നും നമുക്ക് ഇത്രയും സോളിഡായിട്ടുള്ള റിട്ടേൺ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. സോ ഇത് പിന്നെ ഷെയർ മാർക്കറ്റിൻ്റെ ഓൾവേസ് ഹാവ് എ റിസ്ക് എല്ലാം ഉണ്ടെങ്കിൽ പോലും അനലിസ്റ്റുകളും നമ്മളുടെ മുമ്പിലിരിക്കുന്ന ഡേറ്റാസൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? ആസ് പെർ ടെക്നിക്കൽ അനാലിസിസ് ആണെങ്കിലും ഗ്ലോബൽ ഡിമാൻഡ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോഴും നമുക്കൊരു പരിധി വരെ അതിനെ നമുക്ക് കൺസിഡറേഷനിൽ എടുക്കാം എന്നുള്ളതാണ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്തുകൂടാ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ഇൻവെസ്റ്റ് ചെയ്ത് കാണിക്കാം. എന്നിട്ട് ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു വീഡിയോസിൽ ഇനി വരുന്ന 6 മാസത്തിനുള്ളിൽ ഇതിൻ്റെ തന്നെ നമുക്കൊരു പുനഃപരിശോധന നടത്തി നോക്കാം. ഞാനിത് ഹോൾഡ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ. ഞാനിത് ഇപ്പോൾ എൻ്റെ കയ്യിൽ അക്കൗണ്ട് ബാലൻസ് ഉണ്ട്. ഇതേ 5 യൂണിറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? 5 യൂണിറ്റ് ഇപ്പോഴത്തെ ലിമിറ്റ് പ്രൈസിന് സിൽവർ ഫ്യൂച്ചർ ഞാൻ ലിമിറ്റ് പ്രൈസിന് ഓർഡർ കൊടുക്കാം. ഓർഡർ പ്ലേസ് ചെയ്തു. എൻ്റെ ഓർഡർ കിടക്കുന്നു. ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ സിൽവർ നവംബർ ഫ്യൂച്ചർ MCXൻ്റെ നവംബർ ഫ്യൂച്ചർ ലിമിറ്റ് ഓർഡർ ഞാൻ കൊടുത്തിട്ടേക്കാണ്. 2334 ആണ് ഇപ്പോഴത്തെ കറണ്ട്
പ്രൈസ്, അത് സിൽവറിൻ്റെ പ്രൈസ്, എനിക്കത് വാങ്ങാൻ എടുത്ത പ്രൈസ് ഒരു ലോട്ടിന് 4,900 സംതിങ് നിങ്ങൾ കണ്ടു, 24,000 സംതിങ് ടോട്ടൽ നിങ്ങൾ കണ്ടു. എൻ്റെ കയ്യിൽ കുറച്ചും കൂടി എക്സസ് ഉണ്ട്, അറൗണ്ട് 90,000 വരെ ബാലൻസ് ഉണ്ടായിരുന്നു. സോ ഐ പ്ലേസ്ഡ് ദറ്റ് ഓർഡർ. ഇത് ഞാൻ ഏറ്റവും എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ളത്, പലരും വീഡിയോസിൽ സാർ സ്ട്രാറ്റജി പറയുന്നതല്ലാതെ സാർ സ്ട്രാറ്റജി ചെയ്ത് കാണിക്കുക, ചില സാഹചര്യങ്ങളിൽ ചെയ്ത് കാണിക്കാൻ പറ്റാത്ത സംഭവങ്ങളുണ്ടാവും, അതുകൊണ്ടാണ് ചെയ്ത് കാണിക്കാൻ പറ്റാത്തത്. അല്ലാണ്ട് അത് എന്തോ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊന്നും എനിക്ക് പറ്റിച്ചിട്ട് നിങ്ങളെ പറ്റിച്ചിട്ട് ഒന്നും നേടേണ്ട കാര്യമില്ല. ദയവ് ചെയ്ത് അത് മനസ്സിലാക്കുക. പല കമൻസും ചിലത് ഒരുപാട് പേർക്ക് നല്ലതുണ്ടെങ്കിലും 1-2 മതിയല്ലോ. ഇപ്പോൾ നഞ്ച് എന്തിന് നാഴി എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. 1-2 നഞ്ച് കമൻസൊക്കെ കാണാറുണ്ട്. പക്ഷെ അതൊക്കെ കാണുമ്പം സങ്കടമോ ദേഷ്യമോ ഒന്നും തോന്നാറില്ല. പക്ഷെ പരിതപിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് സെൽഫായിട്ട് അവർ തിങ്ക് ചെയ്യാതെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെൻ്റൽ അജണ്ടാസ് ഉപയോഗിച്ചിട്ട് എന്തിനാണ് അവർ കമൻറ്റിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പലപ്പോഴും ഒരുപാട് പേർക്ക് ഗുണങ്ങൾ ഏതൊക്കെ രീതിയിലൊക്കെ നമുക്ക് ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ടോ അത്തരം സാധനങ്ങളെ ഞാൻ തേടി പിടിച്ച് കണ്ടെത്തിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇത് സർവ്വസാധാരണമായിട്ട് നിങ്ങളൊരു ഓഫീസ് ഗോയിങ് പേഴ്സൺ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് തരം ജോലിയിൽ ഏർപ്പെടുന്ന ഒരാളോ ആയിക്കോട്ടെ, നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. അതിനുള്ള സാധ്യതകളും മറ്റും എന്നെ പോലുള്ളവർക്ക് സാധ്യതകളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഡീപ്പായിട്ട് നോക്കി പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നത് കൊണ്ട്, ഞാൻ ചെയ്യുന്നു എന്നൊന്നുമില്ല, അവസരം ലഭിക്കുന്നത് കൊണ്ട് ഇത്തരം സംഭവങ്ങൾക്കൊക്കെ ഞാനിപ്പോൾ ലിമിറ്റിൽ നിന്ന് ഇതിനെ മാർക്കറ്റിലേക്ക് മാറ്റി നോക്കട്ടെ. ഇപ്പോൾ ട്രിഗറായി, ഓർഡർ ട്രിഗറായി, എനിക്ക് സക്സസ്ഫുള്ളായി. 2344 ട്രിഗറായി കിടക്കുകയാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇനി അതും ഞാനിപ്പോൾ ഓർഡർ കാണിച്ചിട്ട് ഇനിയിപ്പോൾ വീഡിയോ കഴിഞ്ഞ ഉടനെ ഞാനതിന് എന്താ ചെയ്യുക, മാറ്റിക്കളയുമോ എന്നുള്ളൊരു തോന്നൽ വേണ്ട. അതിന് പോലും കമൻ്റ് ഇടാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പഠിക്കൂ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, ഞാൻ ഓരോ വീഡിയോസും ഒരാൾക്ക് ഗുണം ലഭിക്കുന്നെങ്കിൽ ലഭിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. 100% നിങ്ങൾക്ക് അതിൽ തന്നെ വിശ്വസിക്കാതെയും ഇരിക്കാം. അതിന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള അവകാശവും ഉണ്ട്. ഓക്കെ, സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടലല്ല വേണ്ടത്, ഇത് പഠിക്കാൻ ശ്രമിക്കുക, എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക ഇത്തരം വിഷയങ്ങൾ. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഓരോ ദിവസവും സ്ട്രൈവ് ചെയ്യുന്നുണ്ട്. സോ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യാം. പലർക്കും ധനിനെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണം, എന്തൊക്കെ പ്രോസസ്സൊക്കെ ചിലർക്കൊക്കെ വേറെ ബ്രോക്കറേജിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ധനിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ സമീപിക്കുക. ഞാൻ നിങ്ങൾക്ക് എല്ലാ ഗൈഡ് ലൈൻസും തരാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.